അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ഒരു ട്രക്കും കണ്ടുപിടിക്കാനായിട്ടുള്ള സെർച്ച് ഇന്ന് 14ാം ദിവസം ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുന്നു. ഇത് ഇന്ന് അവസാനിച്ചു എന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഈ ഒരു സെർച്ച് നടക്കില്ല എന്നാണ് ഏകദേശം മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെല്ലാം സ്റ്റോപ്പ് ചെയ്തു. കർണാടക ഗവൺമെൻറ് ഷിറൂർ ആ ഒരു ഇൻസിഡൻ്റായ സ്പോട്ട് അനാഥമായി കിടക്കാൻ പോവുകയാണ്. ഞാൻ അവിടെയുള്ള മീഡിയയുടെ ഭാഗമായിട്ട് പോയ ഒരുപാട് പേരും യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്യുന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടോ, അവിടെ സെർച്ചും റെസ്ക്യൂവും കാര്യങ്ങളും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരാളെപ്പോലും അടുപ്പിക്കാതെ ആ ഒരു എൻറ്റയർ പ്രദേശം അവർ ഐസൊലേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ ഒരാളെ അവർ പോകാൻ സമ്മതിക്കുന്നില്ല. അവിടെയുള്ള ലോക്കൽസായ ആളുകളെടുത്ത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന യൂട്യൂബേഴ്സിനോടോ ബാക്കി ചാനലുകളോടോ നിങ്ങൾ സംസാരിക്കരുത്, സംസാരിച്ചാൽ ബാക്കി പാക്കല. ആ ഒരു മൂഡാണ് അവർക്ക്. അവിടുത്തെ പോലീസിനും അവിടുത്തെ ലോക്കൽസിനും ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവരാരും ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നില്ല, അവരാരും കാര്യങ്ങൾ പറയുന്നുമില്ല. എന്നാൽ നമ്മുടെ ചാനലിൻ്റെ ആളുകൾക്ക്, ഇപ്പോൾ മെയിൻ സ്ട്രീം ചാനലുകൾക്ക് മേ ബി പോകാൻ പറ്റുന്നുണ്ടായിരിക്കും. അല്ലാതെ ഇവിടുന്ന് പോയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ ചാനലുകളുണ്ട്. അവരെ ഒന്നും അടുപ്പിക്കുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ വോൺ ചെയ്ത് വിടുകയാണ്. പിന്നെ അവർ താമസിക്കുന്ന ഹോട്ടലുകളിലും അവർക്ക് സ്റ്റേ കിട്ടേണ്ട സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി പോലീസ് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ, അവരൊക്കെ പോകണം. ഇതാണ് അവരുടെ ഒരു മൂഡ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് വിജിൻ MLA ആണ്. കാരണം പുഴയിൽ തിരച്ചിലില്ല, ഞങ്ങൾ കരയിൽ തുടരും എന്ന രീതിയിലാണ് ഇന്നലെ കർണാടകത്തിൻ്റെ മന്ത്രിയും MLA മാരും ജില്ലാ കളക്ടറും അറിയിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ, ഞാനും ശ്രീ രാജഗോപാൽ MLA-യും ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ 2 MLA-മാരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടുന്ന് പോയാൽ ഇവിടെ ബാക്കിയുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഒരൊറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കേന്ദ്രത്തിൽ അവർ നിയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് തിടുക്കപ്പെട്ട് ഇന്നലെ 3 മണിയോടുകൂടി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത്രയേ ഉള്ളൂ, അവർ പരിപാടി സ്റ്റോപ്പ് ചെയ്തു കർണാടക ഗവൺമെൻറ്. ഇനി അവർക്ക് അവരുടെ റിസോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിനു വേണ്ടി സമയമോ പൈസയോ അവർക്ക് ചിലവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് അർജുൻ്റെ ഫാമിലിയും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഓക്കെ, എന്ത് ചെയ്യും? ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. കുറച്ച് ഡിലേ ആയെങ്കിലും ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇനി മുന്നോട്ട് പോവാൻ ഈ ഒരു സിസ്റ്റം റെഡി അല്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ വീട്ടുകാർക്ക് ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതാലോചിച്ച് എത്ര കാലം പോകാൻ പറ്റും? ആക്സെപ്റ്റ് ചെയ്യുക കാര്യങ്ങൾ എന്നല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ് എക്സ്ട്രാ ഒരു പുഷ് കർണാടക ഗവൺമെൻറ് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ മേ ബി മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സർച്ച് നടക്കുമായിരിക്കാം, അങ്ങനെ പറയാൻ പറ്റൂ. ഇപ്പോഴും ഗംഗാവലി പുഴയുടെ നടുവിൽ ആ മൺകൂന അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ കിടക്കുകയാണ്. അതെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു അന്നേ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതിനിടയിലുണ്ടായിരുന്നൊരു ഇന്നത്തെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രഡ്ജിങ് യന്ത്രം തൃശ്ശൂരിൽ നിന്ന് അഗ്രോ ഡ്രഡ്ജറോ അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേര്, അപ്പോൾ തൃശ്ശൂരിലാണത്. നമ്മളെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്തോ വികസിപ്പിച്ചെടുത്തൊരു മെഷീനാണ്. വെള്ളത്തിൽ ഫ്ലോട്ടിങ് ആണ്. അത് ആ സാധനം ഇങ്ങനെ നിന്നിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൽ നിന്നുകൊണ്ട് മണ്ണും കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ പറ്റും. പക്ഷേ കുത്തിയൊലിക്കുന്ന ഗംഗാവലി പുഴയിൽ അത് എത്രത്തോളം പോസിബിളാണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും അതിൻ്റെ ഒരു പോസിബിലിറ്റി നോക്കുന്നതും അവിടെ ചെന്നിട്ട് മീഡിയാസ് വീഡിയോ എടുക്കുന്നതുമായിട്ടുള്ള കുറേ ബൈറ്റുകളും കാര്യങ്ങളും അതിൻ്റെ ഫുട്ടേജുകളൊക്കെ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഡേ ഞാൻ ഒരിക്കലും ഇത് ഇങ്ങനെ അവസാനിക്കുന്നു വിചാരിച്ച ഒരാളല്ല. ഓക്കെ, ഞാൻ വിളിച്ചത് ആ ഫാമിലിക്ക്, അർജുൻ്റെ ഫാമിലിക്ക് എന്താണെങ്കിലും അവർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്തായാലും അവർക്കൊരു ഹോപ്പ് കാണും, ഒരു ലാസ്റ്റ് ടൈം. അതിനൊരു വഴി ഉണ്ടായില്ല. അവിടെയാണ് സത്യത്തിൽ ആ ഫാമിലിയുടെ സങ്കടത്തിൽ നമുക്കും കൂട്ടത്തിൽ അത്രയും സങ്കടവും വിഷമവും ആവുന്നത്. ഒന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് എന്താ, 4 തടിക്കഷ്ണം. അതും ആ ലോറിയുടെ ഓണർ പറയുകയാണ് അത് ഇതന്നെയാണ് ആ 4 തടിക്കഷ്ണം. കഴിഞ്ഞു, അവിടെ തീർന്നു. അത് ആ 4 തടിക്കഷ്ണം അതേ ലോറിയുള്ളത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ എനിക്കറിയില്ല. ഇവർ വേറെ ഏതാ മാർഗം നോക്കിയെന്നുള്ളത്. അതിലൊരു നമ്പറൊക്കെ കണ്ടു. ഇപ്പം ആ നമ്പർ
ലൈക്ക് 4 തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ തീർന്നു അർജുനും ലോറി. ഇത്രയേ ഉള്ളൂ. എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇത്രയും ടെക്നോളജിയും ഇത്രയും മാൻ പവറും ഇത്രയും എന്താ പറയുക സിസ്റ്റവും ഇതിനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. മീഡിയാസ് അടക്കം എല്ലാവരും അവരുടെ പേഴ്സ്പെക്റ്റീവ്, പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു. ഞാൻ ഒരാളെ കണ്ടേ, ഞാൻ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫുൾ സ്റ്റോപ്പിൽ വന്നതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ അർജുൻ എന്താ പറയുക ട്രക്കൊക്കെ മിസ്സായിട്ട് സെർച്ചും റെസ്ക്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്. VS മുരാരി തന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. ഓക്കെ, ആൾ മറ്റേ പരിപാടിയാണ്, ഇങ്ങനെ ഗണിച്ച് കൂട്ടി ശംഖ് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് മറ്റേ ശനി ഒളിഞ്ഞു നോക്കി ശുക്രൻ താന്നുപോയി, ഈ പരിപാടിയാണ്. അപ്പോൾ ആൾ, ഞാൻ കളിയാക്കിയതല്ല, പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ എന്തൊരു പ്രഹസനാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശാൻ വന്ന് പറയുന്നത് ഇത് ആദ്യം അർജുൻ്റെ ലോറി മിസ്സിങ് ആയ സമയത്ത് ആൾ പറഞ്ഞതാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി. മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ. എൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അർജുനെ കാണാതായ സമയത്തെ ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്തെ ഗ്രഹനിലയും വെച്ച് നമ്മൾക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ ലഗ്നത്തിൻ്റെ 2 കേതുവും 4 ഗുളികനും, അതുപോലെ ദ്രേക്കാണത്തിൽ 2 ചന്ദ്രനും ചൊവ്വയും 3 ആദിത്യനും രാഹുവും, അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും 4 ശുക്രനും 5 കേതുവും. അപ്പം നമ്മൾ ഇപ്രകാരം ഒരു പ്രശ്നചിന്ത നടത്തുമ്പോൾ അർജുനനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു കോൺരാശിയിലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട്. ഇത് ശരിക്കും ഇന്ന് രാവിലെ 11:37 മേൽ നാളെ ഉച്ചയ്ക്ക് 12:17 അർജുനെ ലഭിക്കും. കാര്യം, ഈ ഗ്രഹസ്ഥാനങ്ങളുടെ പൂർണ്ണമായ വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മൾക്ക് കാണാൻ കഴിയും. ശരിക്കും നമ്മൾ ഓരോ ഫലപ്രവചനങ്ങളും നടത്തുമ്പോൾ ഗ്രഹനില എടുക്കുന്നതിൽ ഉപരി ദ്രേക്കാണം, സപ്താംശം എന്നുള്ള ചില സംഗതികൾ എടുത്തതിന് ശേഷമാണ് ശരിക്കും പ്രശ്നചിന്തകൾ നടത്തേണ്ടത്. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അർജുനെ ഈ പറയപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാം. ആ വ്യക്തിയെ പൂർണ്ണ ആയുസ്സോടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കൂട്ടായി ജഗദീശനോട് പ്രാർത്ഥിക്കാം. അതായത് അർജുനെ കാണാതായി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഹൈപ്പിൽ വന്നപ്പോഴാണ് ആശ വന്നിട്ട് ഈ പറയുന്നത് നാളെ രാവിലെ 11 അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ 12 മണിന്നൊക്കെ. 11 കഴിഞ്ഞു, 12 കഴിഞ്ഞു. മണ്ണിടിഞ്ഞതിൻ്റെ ഒരു സൈഡിലെ കോൺ രാശി ഈ ന്യൂസൊക്കെ ഇരുന്നിങ്ങനെ കണ്ട് പിന്നെ അപ്പോൾ അവിടെയാണ് ലോറി കിടന്നത്. മണ്ണിടിഞ്ഞ് വരുമ്പോൾ ഈ ഒരു സൈഡിലേക്ക്, അതായത് ഒരു കോണിലേക്ക് ലോറി പോയി കാണും. എന്നാൽ അത് പറഞ്ഞിടാം. ഏത് അജാതി ഏറുന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ അതിന്. പിന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്, ഇത്രത്തോളം പ്രഷറുണ്ട്. ചാനലുകൾ ചെല്ലുന്നു, ഇവരുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഫ്രണ്ട്സും ഫാമിലിയും ചെല്ലുന്നു, രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ കൂടുതലായിട്ട് ചെല്ലുന്നു. ആ ഒരു ടൈം നമുക്കറിയാലോ, ആ ടൈമിൽ അങ്ങനെ ആയിരുന്നല്ലോ. മലയാളത്തിലെ എല്ലാ മീഡിയാസും പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ കർണാടക സിസ്റ്റത്തിൻ്റെ മുകളിൽ. അപ്പം ഇങ്ങനെ വിചാരിച്ച് കാണും 2 ദിവസം കൊണ്ട് എന്താണെന്നുണ്ടെങ്കിലും അർജുനെ കണ്ടുപിടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. ഇപ്പം ഇങ്ങനെ അർജുനെയും ട്രക്കും ഒന്നും കണ്ടുപിടിക്കാതെ മൊത്തത്തിലൊരു ഫെയിലിയറായിട്ട് ഇത് വന്ന് നിൽക്കുന്നുള്ളത് ഇയാൾ വിചാരിച്ചില്ലല്ലോ. ഏത് സ്കീം മനസ്സിലായി. ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ നേവിയും ആർമിയും പിന്നെ അവിടെ ഇറക്കിയ ബാക്കി എല്ലാ ടെക്നോളജിയും, റഡാറാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ GPR ആണെന്നുണ്ടെങ്കിലും
ഇപ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്ന ഡ്രോൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങേരെ ശങ്കിൻ്റെയും മറ്റേ 4 ഉരുട്ടലിൻ്റെയും മുന്നിൽ ഇല്ലാതെയായി, നാമാവിശേഷമായിപ്പോയ അവസ്ഥയായിപ്പോയി. മറ്റേ ഡവറോളി എണ്ണം പറഞ്ഞ പോലെ ചോദ്യയിൽ ചന്ദ്രനിൽ ചോദിച്ചു പോകാൻ ഉമ്മി, ആ ഒരു അവസ്ഥയായിപ്പോയി ഇപ്പോൾ അത്. എന്താണെങ്കിലും ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇട്ട്, ഇതാണ് ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇങ്ങനെ വീണ്ടും 1-2 വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ഈ വാഹനം അപകടം നടന്ന സ്ഥലത്തിന്റെ കോൺരാശിയിലായിട്ട് തന്നെ ഉണ്ട് ഈ വാഹനം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു മാറ്റം അതിനകത്ത് ഇതുവരെ ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും എന്നെ ഇന്ന് ഒരു 3-4 ചാനലുകാർ വന്നു, ഒന്നൊരിടത്തെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ മലഞ്ചെരുവിൽ വാഹനം കടന്നു, അവിടുന്ന് മണ്ണിൽ തെന്നിപ്പോയി, ഇന്ന ജലരാശി തന്നെ ഉണ്ടെന്നാണ് ഞാൻ അന്നേരം പറഞ്ഞു. അതിനൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല. ശരിക്കും മെനഞ്ഞാന്ന് 11:37 ആ സമയത്ത് ഈ ട്രക്ക് കിടന്നിരുന്ന ഭാഗവും ഇപ്പോൾ കണ്ടെത്തിയ ഭാഗവും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിവസം 12:17 കൃത്യമായ അന്വേഷണം നടന്നാൽ കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ 2 ദിവസവും അന്വേഷണത്തിൽ അമാന്തമായിരുന്നു. പത്രപ്രവർത്തകരെയോ നമ്മുടെ കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തകരെയോ ആരെയും അവിടെ കയറ്റിയില്ല. ഇന്ന് രാവിലെ ആയതിനു ശേഷമാണ് സാറ്റലൈറ്റ് ചാനൽ വഴി ഈ ഒരു സ്ഥലം കണ്ടെത്തിയത്. സാറ്റലൈറ്റ് ചാനൽ വഴിയോ സ്ഥലം കണ്ടെത്തിയ അവിടെ? എന്ത് ഏഷ്യാനെറ്റോ മറ്റേ കൈരളിയോ 24 റിപ്പോർട്ടറോ സാറ്റലൈറ്റ്? അതൊക്കെയുള്ള സാറ്റലൈറ്റ് ചാനൽസ്, നമുക്ക് മലയാളം ചാനൽസ്. അത് കഴിഞ്ഞ് നമ്മളറിയാത്ത വേറെ എന്തെങ്കിലും അന്യഭാഷ സാറ്റലൈറ്റ് ചാനൽ ഏതെങ്കിലും കണ്ടുപിടുത്തം നടത്തിയ അവിടെ? അപ്പോൾ ചാനൽ വഴിയുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ചിട്ടാണ് ആശാൻ അറിവുള്ളത്, അത് വെച്ചിട്ടാണ് അടിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാവുന്നത്. അതൊരു കോമൺ സാധനമാണ്. അതായത് ആ ലോറി അവിടെ മണ്ണിടിച്ചിലിൻ്റെ ഭാഗത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മണ്ണിനകത്ത്, അല്ലെങ്കിൽ അത്രയും ലോഡ് മണ്ണ് വരുമ്പോൾ ജലരാശി, ജലത്തിനകത്ത്, പുഴയ്ക്കകത്ത്. ഇത് കൊച്ചു പിള്ളേരോട് ചോദിച്ചോ പിള്ളേർ പറയില്ലേ, ഒന്നിനും മണ്ണിനടിയിൽ കാണും, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കാണും. ഇതിനെ കുറിച്ചിട്ട് ഏതോ ഒരു ചാനലുകാരൻ പോയി ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞത്, മണ്ണിനകത്താണെങ്കിലും അവിടെ മഴ ഉണ്ടല്ലോ, മഴ ഉള്ളപ്പോൾ അതിൽ നനവുണ്ടല്ലോ, നനവുണ്ടെങ്കിൽ അത് ജലരാശിയാണല്ലോ. ആ ബൈറ്റൊന്നും ഞാൻ ഇനി ഇവിടെ വെക്കുന്നില്ല. കാരണം ഇതൊക്കെ എന്താ അറിയോ, ഇത് സത്യത്തിൽ വേറെ ഒന്നും കൊണ്ടുകൊണ്ടിരുന്നില്ല. ഇയാളാ മറ്റേ ഉരുട്ടുന്ന സാധനങ്ങളും മൊത്തം എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേരിങ്ങനെ ഉരുട്ടി കണ്ടുപിടിക്കും. മറ്റേ നമ്മളെയൊക്കെ പറമ്പിൽ കിണറിനൊക്കെ സ്ഥാനം നോക്കാൻ വേണ്ടി ആൾക്കാർ വരുമല്ലോ, അതുപോലെ ആ സ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഴിച്ചു നോക്കിയാൽ മതിയാവും ആളെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൂപ്പര് മറ്റേ ഏറ്റവും വലിയൊരു കാര്യം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുള്ളവരൊക്കെ പ്രവചനം നടത്തുമ്പോൾ അതിനിടയിൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു സ്ഥലം പ്രവചിച്ചു, അത് ഇന്ന സൈഡിൽ ഇന്ന കോണ്, അത് ഏതാ കോണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അഥവാ അർജുൻ്റെ ട്രക്കിൻ്റെ എന്തെങ്കിലും ഒരു അറ്റവും മൂലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വലത്തേ കോണ്, ഞാൻ ഒരു കോൺ എന്ന് പറഞ്ഞില്ല, അത് ഈ കോണാണ്. ഇതിനും പുറമെ പറഞ്ഞ വർത്താനം മറ്റേ ഏത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം പ്രോപ്പറായിട്ട്, അതായത് കിണർ കുഴിക്കാൻ വേണ്ടി സ്ഥാനം കാണിക്കുമ്പോൾ അവിടെ കിണർ കുഴിച്ചാലല്ലേ വെള്ളം കിട്ടൂ, സ്ഥാനമല്ലേ കാണിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ പണി മര്യാദയ്ക്ക് നടക്കണം, എന്നാലേ അവിടെ നാളെ കിട്ടൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൃത്യസ്ഥലം എന്നുള്ള നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങേർക്ക് അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ പോയി അവിടെ അത് കാണിച്ചു കൊടുത്തുകൂടെ ഇങ്ങേർക്ക്? എന്താണെങ്കിലും എല്ലാവരും ഒരു തുമ്പില്ലാതെ നോക്കിയിരിക്കുന്നു ഇത്രയും ദിവസം. കാരണം കർണാടകക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പോയി അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ മറ്റേ JCB കൊണ്ടുവന്ന സമയത്ത് അടക്കം അവർ മറ്റേ പൂജയൊക്കെ ചെയ്തിട്ടാണ് സംഗതി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനിടയിൽ ഏതോ അവിടെയുള്ളൊരു അമ്പലം, നിയർ ബൈ അമ്പലത്തിലെ സ്വാമീനും അവിടെ കാണിക്കാൻ വിസിറ്റ് ചെയ്തതെന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദനവും മറ്റേ എന്താ പറയുക ആലുക്കാസ് ജ്വല്ലറീൻ്റെ പരസ്യമായിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ 10 മോതിരം കാണിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ഇയാൾ പറഞ്ഞ സ്ഥലത്തും പോയിട്ട് അവർ ചിലപ്പോൾ ഇയാൾ പറയുന്നതാവും ചിലപ്പോൾ അവർ കൂടുതൽ കേൾക്കാൻ പോണത്. എനിക്ക് അതാ തോന്നുന്നത്. വാടക ഇതൊക്കെ ഇത്രയും ടെക്നോളജി ഇത്രയും ആളുകളും കെണിഞ്ഞ് പരിശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് ഈ ചന്ദ്രൻ, ഗുളികൻ, ചോതി, വൃശ്ചികൻ, ശനി എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം കേട്ടോ. പക്ഷെ എനിക്കിത് കാണുമ്പോൾ തമാശയും കോമഡി ആയിട്ടോ പേഴ്സണലി ഫീൽ ആവുന്നത്. എന്നിട്ട് കിട്ടിയോ? കിട്ടാതെ ആവുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള എഫേർട്ട് അവരിടണം, ഇടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. കേട്ടില്ല. പിന്നെ ഏതൊരു യുനാനീൻ്റെ ആളൊക്കെ വന്നിരുന്നിട്ട് പറയുന്നത് കണ്ടു, ഹീറ്റ് കിട്ടിയെന്നോ കണ്ടുവെന്നോ ഇപ്പം അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ. തന്ത് നാട് ഇതൊക്കെ. അതാണ് ഈ നാട്ടിലെ ടെക്നോളജികൾ ഇങ്ങനെയൊക്കെയാണ്.
മനസ്സിലായി. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അതായത് ഞാൻ എൻ്റെ റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റീൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിക്ക് അടിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടം കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ, സംഗതി കയ്യിൽ നിന്ന് പോകും, ദേഷ്യം വന്നിട്ടാണ് സീരിയസ് ആയിട്ട്. കാരണം എപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മേജർ രവി സാർ പറഞ്ഞ പോലെ ഇത് എപ്പോഴോ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫെയിലിയറാണ്. ഇത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ടെക്നോളജികൾ ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് അറിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവിടെ അത് ആക്ട് ചെയ്യേണ്ടിയിരുന്നു. അതിനും ആരും ഇത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് 10-12 ദിവസം കഴിഞ്ഞ് വന്ന് അപ്പോഴാണ് അവിടെയുള്ള ബാക്കി സാധാരണ നാട് ലോക്കൽസ് ഉണ്ടല്ലോ, ഇത് ഐ വിറ്റ്നസ് ഉള്ള ആളുകൾ, അവരെ കണ്ടിട്ട് ചോദിക്കുന്നത് അപ്പോഴാണ്. ഇപ്പോഴും ഞാൻ പറയുന്ന കൂടി ഇരുന്നുകൊണ്ട് ഇവർക്ക് ഒരു പിടുത്തമില്ല ആ ചായക്കടയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത്. കർണാടക ഗവൺമെൻറ് വെറുതെ അല്ല ഈ ഒരു സാധനത്തിന് ഒട്ടും മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാത്തവർ. അവർ അർജുന് വേണ്ടി തരുമ്പോൾ അവർ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് എന്താ പറയുക, ഇനി അഥവാ കിട്ടിയാൽ അവിടെ ബാക്കിയുള്ളവർ കിട്ടിയാൽ അവിടെ ലോക്കൽസ് പേടിച്ച് ഉണ്ടായിരിക്കണം. അവർക്ക് അറിയില്ല അവിടെ ചായക്കടയിലൊക്കെ എത്ര പേരുണ്ട്. വേറെ ബോട്ട്സ് ഇല്ല പല ആളുകൾ. പോയത് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോണേ. പിന്നെയും മലയാളിയാണ്, അർജുനാണ്, ഇത്രയും പ്രഷർ വന്നല്ലോ എന്ന് വിചാരിച്ചുള്ള തരച്ചിലായി കണ്ടേ. അതും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവർ ഡ്രോപ്പ് ചെയ്തു, എല്ലാവരെയും അടിച്ചു ഓടിച്ചു. ഇനിയിപ്പോൾ ഇയാൾ കയറിപ്പോണ്ടിരുന്നിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.